എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വേറൊന്നും പറയില്ല, നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഓക്കെ, ഇന്ന് ഞാൻ വർക്ക്ഷോപ്പിൽ പോകണം കേട്ടോ. ആദ്യം വർക്ക്ഷോപ്പിലാണ് ഇന്ന് മൊത്തം ടയർ കടയിൽ പോകണം, ടയർ കടയിൽ ഒന്ന് പോകണം, ടയർ മാറണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചുള്ളുമാൻ്റെ ഒരു ടയർ കടയിൽ വന്നിട്ടുണ്ട്. ടയർ കടയിൽ വന്ന് ടയർ പഞ്ചറൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ടയർ എയറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടയറൊക്കെ കാണിച്ചതിന് ശേഷം നേരെ ഞാൻ വഞ്ചത്തുള്ള നമ്മുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ വഞ്ചത്തുള്ള വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്ത് കണ്ടു? ജിമ്മി ഭയങ്കര കൊലയില്. ജിമ്മി ആരെ കണ്ട്? ജിമ്മി ആരെ കണ്ട്? ജിമ്മി ഞാനാണ്. ജിമ്മി ജിമ്മി ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ. ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കാണാനൊന്നുമില്ല. ശരിയാണെങ്കിൽ അവിടെ തലമൊക്കെ നോക്കണം, അല്ലാതെ ജൂലി ഒരു അനക്കവും ഇല്ല. ഇന്നൊന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചോറിന് ക്യാരറ്റ് മെഴുക്ക് വരട്ടി, സാമ്പാർ അതിനകത്തിപ്പോൾ ഒരു സാമ്പാർ, പിന്നെ ബീട്രൂട്ട് തോരൻ, എൻ്റെ സ്പെഷ്യൽ രസം. അയ്യോ എനിക്ക് വയ്യ. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ചോറ് വയ്ക്കാം. വീട് പണി കിടക്കണതിൻ്റെ ഇതിൽ മൊത്തത്തിൽ ഇങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ടിലൊക്കെ സാധനങ്ങൾ ഇടയ്ക്കാണ്. മേലെ പ്ലാസ് ചെയ്തായിരുന്നു, നമ്മളത് കാണിച്ചു തരാമേ. വീട് പ്ലാസ് ചെയ്തേണ്ടത്. അപ്പോൾ ഇപ്പോൾ 12:25, 12:30 ആവാറായതേ ഉള്ളൂ. അപ്പോൾ ചോറ് കഴിക്കുന്ന സമയമായില്ല. പപ്പയും ഞാനൊക്കെ 1 മണിക്കാണ് കേട്ടോ ഇവിടെ ചോറ് കഴിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത് ചോറ് കഴിച്ചിട്ട് ചേട്ടന് സ്കൂൾ ഓട്ടം പോകണം, അതുകൊണ്ട് ചേട്ടൻ കഴിച്ചോ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് കുറച്ചെടുത്ത് ഇനി വേണ്ടി. ഇന്ന് പണിക്ക് ഇവിടെ ആളില്ല കേട്ടോ. ഇന്ന് അവർക്ക് സുഖമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല കേട്ടോ, പണിക്കുന്ന ആളില്ല. രസം ഇനി മറ്റേ അത് തോര എടുത്തുണ്ടോ? ബീട്രൂട്ട് തോര. ഇത് ഇന്നലെ വൈകുന്നേരം വെച്ചതാണ്, ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തതാണ്. സാമ്പാർ ചൂടായിരിക്കും, കുറച്ച് വിറ്റി. അത് ഇന്നലെ ഇഡ്ഡലി സാമ്പാർ വരുന്നു, അങ്ങനെ ഉണ്ടാക്കിയത്. വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കുന്നത് അല്ലേ? കുളിച്ചൊക്കെ നിന്ന് മുടിയൊക്കെ വെട്ടി സെറ്റ് ആവണ്ടേ? ആവണം. കീരി പോകുന്നു, കീരി. ഇനി ഞാൻ സ്കൂൾ ഓട്ടത്തിലേക്ക് നേരെ സ്കൂൾ ഓടാൻ പോകണം. ഓക്കെ, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. രാവിലെ വണ്ടിയുടെ ടയർ ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ഒത്തിരി വേറെ നല്ല ടയർ, പുതിയ ടയർ എടുക്കേണ്ടി വരും. എന്തായാലും ഒരു പരുവത്തിനൊക്കെ തട്ടിക്കൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വേണ്ടത്, ഇപ്പം ഞാൻ ചോറൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്കൂളിൽ പോകണം, പിന്നെ ഓയിൽ മാറണം. അപ്പോൾ അതൊക്കെയാണ്. ഇപ്പോൾ ഇന്ന് ഓയിൽ മാറൊക്കെ നടക്കത്തില്ല, മോളെ വിളിക്കാൻ പോകണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ആശുപത്രി പോക്ക് വൈകുന്നേരം എങ്ങനെയാണെന്നുള്ള അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ പിന്നെ നാളെ പോകണം. നാളത്തെ എന്തായാലും ഇനിയിപ്പം അച്ഛൻ വീട്ടിലോട്ട് അച്ഛനെ കൊണ്ടുവരുന്നവരെ ഓടൊപ്പം എല്ലാം താളം തെറ്റിയാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണ് ജീവിതം. സ്കൂളിലോട്ട് പോണ വഴിക്കാണ് കേട്ടോ നമ്മുടെ കാൽവരിയിലുള്ള പുതിയ കുരിശടി വന്നിരിക്കുന്നത്. ഞാൻ അത് നൈറ്റ് വീഡിയോ ഒരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും. ഇത് വരുന്ന വഴിക്ക് ഞാൻ എടുത്തന്നേ ഉള്ളൂ വീഡിയോ. അടിപൊളി ഒരു കുരിശടിയാണ് നമ്മുടെ കാൽവരി, കൂപ്പ് കാൽവരി പള്ളിയുടെ സെൻറ്റ് ജോർജ് ദേവാലയം കാൽവരി. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമ്മുടെ സ്കൂളിലോട്ട്. അങ്ങനെ സ്കൂളിൽ ചെന്ന് അറ്റൻഡൻസൊക്കെ ഒപ്പിടുകയാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് ഇറങ്ങി നേരെ ഡീസൽ അടിക്കാൻ പോയി. അത് കഴിഞ്ഞ് നേരെ മീനുവിനെ വിളിക്കാനാണ് കേട്ടോ പോയത്, നമ്മുടെ SH സ്കൂളിൽ. അങ്ങനെ തള്ള വന്ന് ചായ ഇട്ട് കയറുന്നു. കുട്ടിക്ക് വെള്ളം കൊടുത്തു, ആ പാത്രം എന്തൊരു ചൂട്. അതിനെ പുറത്തേക്ക് ഇട്ടാ മതി. വേണ്ട, എൻ്റെ ജോലിക്കുട്ടി വെള്ളം കുടിക്കണ്. അങ്ങനെ ചായ റെഡി.
എങ്ങനെ വൈകുന്നേരം ചായ പിന്നെ പഴംപൊരി, ചായ പഴംപൊരി ഉഴുന്നുവട. മീനുവേ ചായ വേണ്ടേ? കൂട്ടുകാരെ, അങ്ങനെ നമ്മള് നമ്മുടെ വഞ്ചുവത്തുനിന്ന് നമ്മള് പോവാണ് അല്ലേ ആവാച്ചി? യെസ്, നമ്മുടെ വാടക വീട്ടിലോട്ടു. ജൂലിയെ കാണിച്ചു കൊടുക്കാൻ മീന് വരുന്നത്. അപ്പൊ ജൂലിയെ കാണിച്ചു കൊടുക്കാം. എല്ലാരും കൂടെ പോകുന്നു. ജൂലിക്ക് ഭയങ്കര ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ജൂലിക്ക്. അല്ലേ ജൂലി? കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സീറ്റിലാണ് കയറിയിരിക്കണേ, ഇന്നിങ്ങനെ തറയിൽ നിൽക്കുന്നു. അപ്പൊ ഗൈസ്, നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് നോക്കിയപ്പോ മഴ ചാറുന്നുണ്ട് കേട്ടോ. വലിയ മഴയായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. മഴ ചാറുന്നുണ്ട്, നല്ല മണ്ണിന്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ. എന്താ തറ കാണിച്ചു കൊടുക്ക? തറ കാണിച്ചു. പക്ഷെ അപ്പൊ നമ്മളിങ്ങനെ പോകുന്നുണ്ടേ, സ്പീഡേ പോവേല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാന്ന്. അപ്പൊ വീഡിയോയിലൊന്നും മഴ പെയ്യുന്നൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. എന്തായാലും ഞാൻ പറയാം. റോഡൊക്കെ ഇതെവിടെ? പാണയം റോഡല്ലേ? കൂപ്പ് പാണയം റോഡ്. ഓക്കെ, അപ്പൊ പോട്ടെ. ടാർപ്പിടണ്ടല്ലേ ഏട്ടാ? ഉറക്കൂലെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ മുതലേ ഒരു കോളുണ്ടായിരുന്നു, അപ്പോഴാണ് ചെറുതായിട്ട് അങ്ങനെ ഇതാ കൂട്ടുകാരി, നമ്മുടെ വീട്ടിലെത്തി. ചേട്ടാ ജൂലിയെ കൊണ്ട് ബാക്കിലോട്ട് കെട്ടാനുണ്ട്. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും കെട്ടി? മഴ ഇല്ലല്ലേ? അവിടെ കിടക്കാം. എവിടെയെങ്കിലും അവിടെ നനയാത്ത രീതി കെട്ടണേ. ഇപ്പം ഇത് വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അതാണ് ഫ്രണ്ട്. മഴ പെയ്യുന്നുണ്ടോ മീനു? ഇല്ലേ? എത്തി വലിഞ്ഞ് കയറുന്ന വഴി ഇവിടെ ഒരു സ്റ്റെപ്പ്, അത് നേരെ ചെയ്യാണ് കേട്ടോ. നിന്നെ ഇന്നലെ കുളിപ്പിക്കാനൊക്കെ നിന്നെ തന്നെ വിട്ടത്. നിന്റെ അടുത്ത് എനിക്ക് സ്നേഹമില്ല. അങ്ങനെ വാവച്ച് മീൻ കണ്ടിക്കുന്നു. ഇത് മീനെന്ന് പറഞ്ഞാൽ ജൂലി മീൻ കണ്ടിക്കണേന് കമ്പനിയായിട്ട് ജൂലി ഇരിക്കണ്. മീനും ഉണ്ട്. അവന്റെ പാത്രം എടുത്തിട്ട് വെള്ളം കൊടുത്താ നോക്കണേ. വെള്ളം പാത്രം ഇവിടെ ഇരിക്കാ. അത് അങ്ങോട്ട് കൊണ്ടുപോയി. എന്റെ കയ്യിൽ മീൻ. ജൂലിക്ക് വെള്ളം കൊണ്ടുപോയി. അയല മീനാ? അവിടെ പൈപ്പ് അതേ ഉള്ളൂ. അല്ലെങ്കിൽ മുറ്റത്തും. ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടാ. അങ്ങനെ വാവച്ചി ജൂലിയെടുത്ത് കുശലം പറയുന്നു. മീനോട്ടിതാ വെള്ളം കൊണ്ട് കൊടുക്കണ്. എനിക്ക് അറിഞ്ഞൂടാ. ഇതില് മീനുകുട്ടിക്ക് ഒന്നെടുത്ത് പൊരിക്കണം, രണ്ടെണ്ണം ജൂലിക്ക് കറി വെക്കണം. അത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. ഞാൻ വെറുതെ ഒന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നൊന്നുമില്ല. എത്തണില്ല അവന്. പിന്നെന്തിനാ ഞാൻ വെള്ളമൊക്കെ എടുത്തൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, മീൻ വൃത്തിയാക്കി എടുത്തു. മീനുകുട്ടിക്ക് അതിൽ ഞാൻ 2 കഷ്ണം 3 അയല ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മീനുകുട്ടിക്ക് എടുത്ത് ബാക്കി നമ്മളെ ജൂലിക്കുട്ടിക്ക് ഞാൻ വെച്ചു. ഇത് നമ്മുടെ ജൂലിക്കുട്ടിക്കുള്ള മീനാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. കുടലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് വണ്ടിപ്പണിക്കായിട്ട് ഞാൻ ഇട്ട് തുടങ്ങിയതാണ് കേട്ടോ. പക്ഷെ വണ്ടിപ്പണിക്ക് ഇതിപ്പോൾ ഒരുപാടൊന്നും ആയിട്ടില്ല. എനിക്ക് അവിടെ 10-200 രൂപ കാണുമായിരിക്കും. നാളെ ഓയിൽ വാങ്ങും. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് തന്നെ എടുക്കാം, അല്ലാതെ വേറെ ഇപ്പോൾ നിവർത്തിയില്ല. ഈ കുടുക്ക മാറ്റ സമയത്ത് എനിക്കും ഒരു കുടുക്കുണ്ടായിരുന്നു, എൻ്റെ മീനുകുട്ടിക്കും ഒരു കുടുക്കുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കുടുക്ക പൊട്ടിച്ചപ്പോൾ എനിക്ക് 200 ഉണ്ടായിരുന്നു. അപ്പൊ അത്രേ കാണുള്ളൂ. ഒരേ സമയത്താണ് ഇട്ട് തുടങ്ങിയത് അല്ലേ? ഓയിൽ മാറുള്ള പൈസ കിട്ടുമോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. മീനുകുട്ടി വന്ന് ഇവിടെ ഇരിക്കും. ഞാൻ ഈ മണ്ടഭാഗം നിന്റെ കുടുക്കയാ പൊടിയാണെന്ന്. നിന്റെ കുടുക്ക ഇന്നാളല്ലേ വാങ്ങിച്ചത്? 1 കൊല്ലമായി. ഞാൻ പറഞ്ഞ മണ്ടഭാഗം മാത്രം പൊട്ടിച്ചിട്ട് മണി പ്ലാന്റ് ഇട്ടും കിട്ടു വയ്ക്കാന്ന്. അതിൻ്റെ ചേട്ടൻ അങ്ങനെ മുറിക്കണം. പെണ്ണെ പിച്ച കത്തി നോക്കട്ടെ. ചില്ലറ നോട്ടൊന്നും ഇല്ല. ഒരു നോട്ട് കിട്ടി. മീനു എൻ്റെ നിന്റെ ഒരു 10 രൂപ ഇരിപ്പുണ്ട് കുടുക്കയിടാനുള്ളത്. അതെടുത്ത് തരാമോ? എൻ്റെ ബാഗിൽ കിടപ്പുണ്ട്. ഇതാണ് മീനുകുട്ടിയുടെ കുടുക്ക. കുട 20 രൂപയ്ക്ക് വാങ്ങിച്ചതല്ലേ? അമ്മമ്മ തന്ന പൈസക്കല്ലേ കുടുക്ക വാങ്ങിച്ചത്. ഇങ്ങനെ പോകുമ്പോ അമ്മ 10 രൂപയൊക്കെ കൊടുക്കും. ഭാഗം അരിക്കാറണേ. കുട എന്നിട്ട് ഇങ്ങനെ തരണേ. ഞാൻ മണി പ്ലാന്റ് ഇടാം.
നല്ലതോ ആയാ ചേട്ടാ ഇവിടെ എന്തോ അതെന്തൊരു നോക്കട്ട്. അപ്പൊ കൂട്ടുകാരെ ആ ചേട്ട എല്ലാം എണ്ണി വച്ചേക്കാണ്. തരണ്ട ചേട്ടാ 350 രൂപ. ഞാൻ 355. ഞാൻ 200 പറഞ്ഞത്. അപ്പോൾ 355 ഉണ്ടായിരുന്നു. അപ്പൊ ആ തികയോ 1300 അടുപ്പിച്ച് ഓയിൽ മാറാൻ. പിന്നെ എല്ലാം കൂടെ 1500 വേണമായിരിക്കും. ബാക്കി ഇങ്ങനെ 350 ഓയിൽ മാറിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അത് മീനിന് കൊടുക്കണേ. ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ ജൂലിക്കുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ട്. അപ്പൊ ഞാനത് ഓഫ് ചെയ്തു. അപ്പൊ ഈ 3 ഐറ്റം കൊണ്ട് എന്തിനാണ് ആപ്പിള്, പിന്നെ ഇതെന്തിനാണ് മാതളം, പിന്നെ ഇവിടെ നമ്മുടെ പഴം, ഇത് 3 കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. ഇതാ മീൻകുട്ടി പഴം തൊലിച്ച കൊയ്ക്കണേ. അറിയാത്തവർ കണ്ടുപിടിക്കണം പഴം എങ്ങനെയാണ് തൊലിക്കുന്നത്. അങ്ങനെ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാതളം, ആപ്പിള്, ഇതാ പഴം, ഇതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കാൻ കേട്ടോ. നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് കാണാം. അതെ, ഇത് നമ്മൾ ആദ്യം ഇതിപ്പോൾ രണ്ടാമത് ചെയ്തേക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ പഴവും ആപ്പിളും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ജാറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഇതാ നമ്മുടെ മാതളം നമ്മൾ അടിച്ചിട്ട് അത് അരിച്ചു വെച്ചേക്കും. അതും കൂടെ ഇതാ നമ്മുടെ ഈ ഐറ്റത്തിലോട്ട് ഒഴിക്കുകയാണ്. ഇതും കൂടെ ഒഴിക്കുക. ഇത്തിരി പഞ്ചസാര ഇടണം. അങ്ങനെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മളിതാ അടിച്ചു വെച്ചേക്കണ ഇതിലോട്ട് കുറച്ച് കപ്പലണ്ടി കൂടെ ഇട്ട് ഇതിൽ കൂടെ അടിക്കണം കേട്ടോ. നല്ല മിക്സ് ചെയ്യണം. യെസ്, ജ്യൂസ് റെഡി. അങ്ങനെ നമ്മുടെ ജ്യൂസ് മീൻകുട്ടിക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, മീൻകുട്ടി എടുത്തോ. എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു തമ്പോട് അടിപൊളി ഗൈസ് എന്ന് പറ. അടിപൊളി. ശരി ശരി ശരി. അപ്പോൾ കൂട്ടുകാരെ, ചേട്ടനെ കുറച്ച് വിറവൊക്കെ നുള്ളിപ്പറക്കി എടുക്കുന്നതാണ്. ഇപ്പം തീ കത്തിക്കാൻ വിറവൊക്കെ അകത്ത് തീർന്നു. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് ചൂട്ടൊക്കെ ഇരുന്നതുകൊണ്ട് അതൊക്കെ തീർന്ന ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള വിറവുകളൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. കുറേ ഓലയൊക്കെ ഉണ്ട് കേട്ടോ. ചൂട്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ചെറുതാ കുറച്ചു വിറക് നുള്ളിപ്പറക്കാനുണ്ട് ഇവിടെ നിന്ന്. പുറത്ത് നിൽക്കാൻ പാടില്ല, ഭയങ്കര കൊതു കേട്ടോ. അപ്പോൾ കുറച്ച് ചവറൊക്കെ കൂട്ടിയിട്ട് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയുമ്പോൾ കുറച്ച് കൊതുവൊക്കെ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞാണ് കേട്ടോ. ചുറ്റും റബ്ബർ കാടാണ്. ഞാൻ ഇതിന് മുമ്പും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ചുറ്റും റബ്ബർ കാടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ചേട്ടൻ പുറത്ത് നിൽക്കുന്ന വിറകൊക്കെ നുള്ളിപ്പറക്കല്ലേ. അപ്പോൾ കൊതുക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ചേട്ടൻ പോച്ചിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പം എന്താ എടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്തുനിന്ന് കൊണ്ടുവന്ന വിറവൊക്കെ ചേട്ടൻ അടുപ്പിൻ്റെ സൈഡിൽ തന്നെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ, എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി. ഇതാണ് ഇവിടുത്തെ വിറകടുപ്പ്. ചോറൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. അങ്ങനെ പയറും കഞ്ഞിയും വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ അന്ന് കൊണ്ടിട്ടിരുന്ന തുണികൾ പിന്നും വാരി പറക്കി കട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് അലമാരയ്ക്ക് അകത്തോട്ട് കയറ്റണം. തുണിയിലുള്ള ബട്ടൺസ് ആണെന്ന് തോന്നുന്നു. മീൻകുട്ടി എടുത്തിട്ട് പാചകം കളിക്കുക. മീൻകുട്ടി എന്തിനാണ് മീൻകുട്ടി അത്? അതെന്ത് പറയാത്തത്? ഓ ശരി ശരി. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി കഞ്ഞി കഴിക്കാം. അങ്ങനെ നമുക്ക് കഞ്ഞി റെഡി ആയിട്ടുണ്ട്, കഴിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ പനിയൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും വരുമ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.